ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റേഷൻ അരിയും കൊണ്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം എല്ലാം പകുതി വെച്ചാണ് എടുത്തിരിക്കുന്നത്, പപ്പാതി വീതം. ഒരു സവോളയും, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തച്ചോലം വേണ്ടതായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കരിയാപ്പില, പുതിനയില, മല്ലിയില ഇത്രയും വേണം. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, തച്ചോലം എന്നിവ ചേർക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവോള ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഈ പരുവം ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് കിടക്കുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ പച്ച മണം മാറി കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് മല്ലിയില, പുതിനയില, കരിയാപ്പില എന്നിവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. റൈസ് കുതിർത്ത് അതിന് വെള്ളം തോരാൻ അരിപ്പയിലാക്കി വെച്ചിരുന്നു. ആ റൈസിനെ നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കൂടെ ഒന്ന് വറ്റുന്ന വരെ ജസ്റ്റ് നമുക്ക് ഒരു 5 മിനിറ്റത്തേനൊന്ന് ചെറു തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയ ശേഷം 3 നാഴി റൈസാണ് നമ്മളിവിടെ എടുത്തിരുന്നത്. ആ റൈസിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളവും അതിലേക്ക് ഒരു നാഴിയും കൂടെ കൂടുതൽ എക്സ്ട്രാ വെള്ളവും കൂടെ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നമുക്ക് ഒരു 2 വിസിൽ അടുപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് 2 വിസിലും അടുപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. കുക്കറിലെ ആവി പോകുന്നിടം വരെ അതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെ. ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ ഇരിക്കും. നല്ല കളർഫുള്ളായിട്ട് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു ബിരിയാണി മേടിക്കുന്നത് പോലെ തന്നെ കാണാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്